നമസ്കാരം. ടേക്കി ക്വിസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. 10th പ്രിലിംസിന്റെ സിലബസിൽ കേരള ജോഗ്രഫി ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ്സിന്റെ PDF നോട്ട് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇത് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുക്കാം. പിന്നെ 10th പ്രിലിംസിന്റെ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ടെലിഗ്രാം ചാനൽ നോക്കുക. കേരളത്തിലെ മുഴുവൻ വന്യജീവി സങ്കേതങ്ങളും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. ആദ്യം ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കി. വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഏതാണ്? വയനാട്. വനഭൂമിയും റിസർവ് വനവും ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ്? ആലപ്പുഴ. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏത്? പത്തനംതിട്ട. കേരളത്തിൽ ചന്ദന മരങ്ങൾ കാണപ്പെടുന്നത് എവിടെ? മറയൂർ. ഇടുക്കി ജില്ലയിലാണ് മറയൂർ ഉള്ളത്. കേരളത്തിലെ ആദ്യ റിസർവ് വനം ഏതാണ്? കോന്നി. സ്ഥാപിതമായത് 1888-ലാണ്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഏത്? വിയ്യപുരം, ഹരിപ്പാട്. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം ഏത്? 1887. കേരള വനനിയമം നിലവിൽ വന്നത് എപ്പോൾ? 1961. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ? പീച്ചി. വനഭൂമി ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ്. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല വയനാടാണ്. വനഭൂമിയും റിസർവ് വനവും ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ്. റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലെ ആദ്യ റിസർവ് വനം പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ്. ഇത് സ്ഥാപിതമായത് 1888-ലാണ്. ആലപ്പുഴ ജില്ലയിലെ ആദ്യ റിസർവ് വനം ഹരിപ്പാടുള്ള വിയ്യപുരമാണ്. തിരുവിതാംകൂറിൽ വനനിയമം നിലവിൽ വന്ന വർഷം 1887-ആണ്. കേരളത്തിൽ വനനിയമം നിലവിൽ വന്നത് 1961-ലാണ്. കേരളത്തിലെ വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1986-ലാണ്. കേരള വനവൽക്കരണ പദ്ധതി ആരംഭിച്ച വർഷം 1998-ലാണ്. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരുള്ള പീച്ചിയിലാണ്. ഇനി വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നോക്കാം. കേരളത്തിലെ ആകെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18ആണ്. 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കിയിലുള്ളത്. അവ പെരിയാർ വന്യജീവി സങ്കേതം, ഇടുക്കി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം എന്നിവയാണവ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും പുതിയ വന്യജീവി സങ്കേതം കരിമ്പുഴ അഥവാ ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതമാണ്. ഇത് മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ ആകെ 18 വന്യജീവി സങ്കേതങ്ങളാണ് നിലവിലുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കിയിലുള്ളത്. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതവും 18ാമത്തെ വന്യജീവി സങ്കേതം കരിമ്പുഴ അഥവാ ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതവുമാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലും അമരമ്പലം വന്യജീവി സങ്കേതം മലപ്പുറത്തുമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതമാണ്. ഇത് കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് നെയ്യാർ വന്യജീവി സങ്കേതമാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓരോ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം പെരിയാർ വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഇടുക്കിയിലെ പീരുമേട് താലൂക്കാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഇത്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. തേക്കടി വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു. തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. ഇത് സ്ഥാപിച്ചത് 1934-ലാണ്. അപ്പോൾ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡൻ SCH റോബിൻസൺ ആണ്. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവ്
നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി സ്ഥാപിതമായപ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. കേന്ദ്ര സർക്കാർ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്ററാണ്. കേന്ദ്ര സർക്കാർ പെരിയാർ വന്യജീവി സങ്കേതത്തെ പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം 1978. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സങ്കേതമാണ് പെരിയാർ. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട എന്നിവയാണ്. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവ സംരക്ഷണ പ്രദേശത്താണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്ററും പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്ററുമാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിൽ ആയത് 1992. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതം, അതായത് ബക്കർലീപ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. 2018 രാജ്യത്തെ 50 കടുവാ സങ്കേതങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുക്കപ്പെട്ടത് പെരിയാർ ടൈഗർ റിസർവും പെഞ്ച് ടൈഗർ റിസർവുമാണ്. പെരിയാർ ടൈഗർ റിസർവ് കേരളത്തിലും പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഒന്നും കൂടി നോക്കാം. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം ഇടുക്കിയിലെ പീരുമേട് താലൂക്കിലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലസംഭരണിക്ക് ചുറ്റുമായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണിത്. തേക്കടി വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു. തുടക്കത്തിൽ ഇത് അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറി എന്നാണ്. 1934 ഇത് സ്ഥാപിതമായത്. ഇത് സ്ഥാപിതമാവുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നത് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ഇതിന്റെ നെല്ലിക്കാമ്പട്ടി ഗെയിം സാങ്ച്വറിയുടെ ആദ്യ വാർഡനായിരുന്ന വ്യക്തി SCH റോബിൻസൺ ആണ്. കേന്ദ്ര സർക്കാർ പെരിയാറിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1950. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്ററാണ്. കേന്ദ്ര സർക്കാർ പെരിയാർ വന്യജീവി സങ്കേതത്തെ പെരിയാർ ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ച വർഷം 1978. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സങ്കേതമാണ് പെരിയാർ. പെരിയാർ കടുവ സംരക്ഷണ പ്രദേശം സ്ഥിതി ചെയ്യുന്ന ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട എന്നിവ. ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കടുവ സംരക്ഷണ പ്രദേശത്താണ്. പെരിയാർ ടൈഗർ റിസർവിന്റെ വിസ്തീർണം 925 ചതുരശ്ര കിലോമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 777 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. ടൈഗർ റിസർവിന്റെ 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1982. പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന്റെ കീഴിലായത് 1992. പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം. അപ്പോൾ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 2 ക്ഷേത്രങ്ങളാണ് ശബരിമലയും മംഗളാദേവി ക്ഷേത്രവും. ലോകബാങ്ക് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രൊജക്ട് പഠന പദ്ധതി, അതായത് ബക്കർലീപ് പഠന പദ്ധതി നടപ്പാക്കുന്ന വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. 2018 രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ പ്രവർത്തനം നടത്തുന്ന സംസ്ഥാനം എന്ന ബഹുമതി ലഭിച്ചത് കേരളത്തിനാണ്. ഇതിൽ 2018 രാജ്യത്തെ 50 കടുവാ സങ്കേതങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ പ്രകാരം രാജ്യത്തെ ഏറ്റവും മികച്ച കടുവാ സങ്കേതമായി തെരഞ്ഞെടുക്കപ്പെട്ടത് 2 കടുവാ സങ്കേതങ്ങളാണ്. പെരിയാർ ടൈഗർ റിസർവും പെഞ്ച് ടൈഗർ റിസർവുമാണ്. പെഞ്ച് ടൈഗർ റിസർവ് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതത്തിനെ കുറിച്ച് ഇത്രയും ആണ് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. ഇതിന്റെ മറ്റു പേരുകളാണ് ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം എന്നിവ. ഇത് നിലവിൽ വന്നത് 1973. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇതിന്റെ വിസ്തീർണം 345 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇതിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം.
നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. ഇവിടെ സംരക്ഷിക്കുന്ന മൃഗം ആനയാണ്. അത് ഇവിടെ എഴുതാൻ വിട്ടുപോയി, അത് ഓർത്ത് വയ്ക്കുക. ആനയാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം. അപ്പം നമുക്കൊന്നും കൂടി നോക്കാം. മുത്തങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാടാണ്. ബേഗൂർ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, വയനാട് വന്യജീവി സങ്കേതം എന്നീ പേരുകളിലൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. 1973 ഇത് നിലവിൽ വന്നത്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് ഇത്. 345 ചതുരശ്ര കിലോമീറ്ററാണ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം. ഇതിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരി, മാനന്തവാടി താലൂക്കുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ വന്യജീവി സങ്കേതമാണ് ഇത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. കർണാടകത്തിലെ നാഗർഹോള, ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം. അപ്പം ഇനി അടുത്ത് നോക്കാം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ ആനമലൈ കുന്നുകൾക്കും കേരളത്തിലെ നെല്ലിയാമ്പതി കുന്നുകൾക്കും ഇടയിലുള്ള സുങ്കം മലനിരകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആസ്ഥാനം തുണക്കടവ്. നിലവിൽ വന്ന വർഷം 1973. 2010 പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിനെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. കേരളത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ 38ാമത്തെയും ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉദ്ഘാടനം ചെയ്തത് ജയറാം രമേശാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശന കവാടം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ അണ്ണാമലൈ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായി കന്നിമരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം നിലമ്പൂരിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടം ധാരാളം കാട്ടുപോത്തുകൾ കാണപ്പെടുന്നു. അപ്പോൾ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഇതൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. തമിഴ്നാട്ടിലെ ആനമലൈ കുന്നുകൾക്കും കേരളത്തിലെ നെല്ലിയാമ്പതി കുന്നുകൾക്കും ഇടയിലുള്ള സുങ്കം മലനിരകളിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് പാലക്കാട് ജില്ലയിലെ മുതലമട ഗ്രാമപഞ്ചായത്തിലാണുള്ളത്. തുണക്കടവാണ് ഇതിന്റെ ആസ്ഥാനം. ഇത് നിലവിൽ വന്ന വർഷം 1973. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത് 2010. കേരളത്തിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ 38ാമത്തെയും ടൈഗർ റിസർവാണ് പറമ്പിക്കുളം. പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉദ്ഘാടനം ചെയ്തത് ജയറാം രമേശാണ്. തമിഴ്നാട്ടിലൂടെ മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പ്രവേശന കവാടം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. തമിഴ്നാട്ടിലെ അണ്ണാമലൈ വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ തേക്കുമരം നിലമ്പൂരിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ധാരാളം കാട്ടുപോത്തുകൾ കാണപ്പെടുന്നു. അടുത്തത് ചെന്തരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണിത്. ചെന്തരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ഈ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984. ഇതിന്റെ വിസ്തീർണം 171 ചതുരശ്ര കിലോമീറ്റർ ആണ്. രാജ്യത്ത് ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് ഇവിടെയാണ്. ചെന്തരുണി പുഴയും കഴുത്തുരുട്ടി പുഴയും കുളത്തൂ പുഴയും സംഗമിച്ച് കല്ലടയാറായി മാറുന്നത് ചെന്തരുണി വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ്. ചെന്തരുണി പുഴയും കഴുത്തുരുട്ടി പുഴയും കുളത്തൂ പുഴയും സംഗമിച്ച് കല്ലടയാറായി മാറുന്നത് ചെന്തരുണി വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ്. ഈ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തെന്മലയാണ്. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗരുഡശലഭവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നിവയെയും ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയത് തെന്മലയിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് കർണാടകയിലെ ബണ്ണാർഘട്ടത്താണ് സ്ഥിതി ചെയ്യുന്നത്.
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ചെന്തരുണി, നെയ്യാർ, പേപ്പാറ എന്നിവ. അപ്പോൾ ചെന്തുരുണി വന്യജീവി സങ്കേതത്തെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി വന്യജീവി സങ്കേതം. ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി. ചെന്തരുണി എന്ന വൃക്ഷത്തിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ചെന്തരുണി എന്ന വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ട ട്രാവൻകൂറിക്ക എന്നാണ്. ഇത് നിലവിൽ വന്ന വർഷം 1984 ചെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 171 ചതുരശ്ര കിലോമീറ്റർ ആണ്. രാജ്യത്ത് ആദ്യമായി തുമ്പികളുടെ കണക്കെടുപ്പ് നടന്നത് ചെന്തുരുണി വന്യജീവി സങ്കേതത്തിലാണ്. ചെന്തരുണി പുഴയും കഴുത്തുരുട്ടി പുഴയും കുളത്തൂപ്പുഴയും സംഗമിച്ച് കല്ലടയാറായി മാറുന്നത് ചെന്തരുണി വന്യജീവി സങ്കേതത്തിനുള്ളിൽ വെച്ചാണ്. ഈ വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തെന്മലയാണ്. കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭമായ ഗരുഡശലഭവും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭങ്ങളിൽ ഒന്നായ ഓറിയന്റൽ ഗ്രാസ് ജുവൽ എന്നിവയെയും ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയായി തെന്മല പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചെന്തരുണി വന്യജീവി സങ്കേതത്തിലാണ്. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഉള്ളത് ബണ്ണാർഘട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് കർണാടകയിലാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളാണ് ചെന്തരുണി, നെയ്യാർ, പേപ്പാറ എന്നിവ. അപ്പോൾ ചെന്തരുണി വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അടുത്തത് നെയ്യാർ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇത് 1958 നിലവിൽ വന്നത്. ഇതിന്റെ വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് ഇത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതവുമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ. കേരളത്തിന്റെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരുന്ന ദ്വീപാണ് നെയ്യാർ ഡാമിലുള്ള മരക്കുന്നം ദ്വീപ്. 2021 അവസാനത്തെ സിംഹവും ചത്തതോടുകൂടി കേന്ദ്ര സർക്കാർ 2022 ഇതിന്റെ ലൈസൻസ് റദ്ദാക്കി. ഇപ്പോൾ ലയൺ സഫാരി പാർക്ക് എന്ന് കേരളത്തിലില്ല. നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്തിൻ്റെ മാതൃകയിലാണ്? ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നത്. അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അപ്പോൾ നെയ്യാർ വന്യജീവി സങ്കേതത്തെ കുറിച്ച് ഒന്നുകൂടി നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്ന വർഷം 1958. വിസ്തീർണം 128 ചതുരശ്ര കിലോമീറ്റർ ആണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് വന്യജീവി സങ്കേതമാണിത്. കേരളത്തിൽ പശ്ചിമഘട്ടം അവസാനിക്കുന്ന സംരക്ഷണ കേന്ദ്രമാണ് നെയ്യാർ. കേരളത്തിന്റെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരുന്ന മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ്. സഫാരി പാർക്ക് സ്ഥിതി ചെയ്തിരുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലുള്ള മരക്കുന്നം ദ്വീപിലാണ്. 2021 അവസാനത്തെ സിംഹവും ചത്തതോടുകൂടി കേന്ദ്ര സർക്കാർ ലയൺ സഫാരി പാർക്കിന്റെ ലൈസൻസ് എടുത്ത് കളയുകയാണ് ഉണ്ടായത്. നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലായിരുന്നു. ഇവിടെ അഗസ്ത്യർ ക്രോക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് നെയ്യാർ വന്യജീവി സങ്കേതം. അടുത്തത് പേപ്പാറ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. നിലവിൽ വന്ന വർഷം 1983. ഇതിന്റെ വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്റർ ആണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻ തുറൈ വന്യജീവി സങ്കേതം. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1983. ഇതിന്റെ വിസ്തീർണം 53 ചതുരശ്ര കിലോമീറ്റർ ആണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ ഒരു വന്യജീവി സങ്കേതമാണ് പേപ്പാറ. പേപ്പാറ വന്യജീവി സങ്കേതത്തോട് ചേർന്നുള്ള തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് കലക്കാട് മുണ്ടൻ തുറൈ വന്യജീവി സങ്കേതം. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണിത്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നിലവിൽ വന്ന വർഷം 1984. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ. നക്ഷത്ര ആമയുടെ ശാസ്ത്രീയ നാമം ജിയോചെറോൻ എലിഗൻസ് എന്നാണ്. വെള്ള കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണിത്.
ചാമ്പൽ മലയാളാന്റെ ശാസ്ത്രീയ നാമം റത്തുഫ മക്രോറ എന്നാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഗർ മുതലകൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. അപ്പോൾ ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. ഇത് കേരളത്തിൻ്റെ ഭാഗമായുള്ള പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിലെ മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. നക്ഷത്രാമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതമാണിത്. ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്രാമ പുനരധിവാസ കേന്ദ്രമാണ് ചിന്നാർ. നക്ഷത്രാമയുടെ ശാസ്ത്രീയ നാമം ചോദിക്കാൻ സാധ്യതയില്ല, അഥവാ ചോദിക്കുകയാണെങ്കിൽ പഠിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. ജിയോചെലോൻ എലിഗൻസ് എന്നാണ് നക്ഷത്രാമയുടെ ശാസ്ത്രീയ നാമം. വെള്ളക്കാട്ടുപോത്തുകളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വന്യജീവി സങ്കേതമാണിത്. ചാമ്പൽ മലയാളാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ. ചാമ്പൽ മലയാളാന്റെ ശാസ്ത്രീയ നാമം റത്തുഫ മക്രോറ എന്നാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഗർ മുതലകൾ കാണപ്പെടുന്നത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ. തമിഴ്നാട്ടിലെ ആനമല ടൈഗർ റിസർവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചിന്നാർ. അടുത്തത് ആറളം വന്യജീവി സങ്കേതം. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണിത്. ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1984 ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. ഇവിടെ പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങൾ സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി എന്നിവയാണ്. കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതമാണിത്. നിലവിൽ വന്നത് 1984 ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചീങ്കണ്ണിപ്പുഴ. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണിത്. പുതുതായി കണ്ടെത്തിയ ചിത്രശലഭങ്ങളാണ് സഹ്യാദ്രി തവിടൻ, നാൽവരയൻ നീലി എന്നിവ. അടുത്തത് കരിമ്പുഴ വന്യജീവി സങ്കേതം. കേരളത്തിലെ 18ാമത് രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 2020 കരിമ്പുഴ വന്യജീവി സങ്കേതം വിസ്തൃതിയുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് 4ാം സ്ഥാനത്താണ്. വിസ്തീർണം 227.97 ചതുരശ്ര കിലോമീറ്ററാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കരുളായി നെടുങ്കയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിലമ്പൂരാണ് കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനം. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകൾ അമരമ്പലം, വടക്കേക്കോട്ട എന്നിവയാണ്. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നു. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വംശനാശ ഭീഷണിയുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വംശനാശ ഭീഷണിയുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണിത്. കേരളത്തിൽ കാണുന്ന നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, ആർദ്രവനം, പുൽമേടുകൾ, ചോലവനങ്ങൾ, മലമുകളിലെ മിതശീതോഷ്ണ വനം, ഈറ്റാമുളങ്കാടുകൾ എന്നിവ ഒന്നിച്ചു കാണുന്ന ഏക വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. മനുഷ്യസ്പർശമേൽക്കാത്ത പ്രദേശങ്ങൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതയാണ്. വംശനാശം നേരിടുന്ന വരയാട്, അപൂർവമായ പന്നിമൂക്കൻ തവളയും കരിമ്പുഴയിലുണ്ട്. ഏഷ്യയിലെ തന്നെ അവശേഷിക്കുന്ന ഗുഹാവാസികളും അതിപുരാതന ഗോത്രവർഗ്ഗക്കാരുമായ ചോലനായക്കരുടെ വാസസ്ഥലം നിലനിർത്തി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങളാണ് തെക്ക് സൈലന്റ് വാലിയും വടക്ക് തമിഴ്നാട്ടിലെ മുക്കുറുത്തി നാഷണൽ പാർക്കുമാണ്. അപ്പോൾ കരിമ്പുഴ ദേശീയ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 2020 കരിമ്പുഴ വന്യജീവി സങ്കേതം വിസ്തൃതിയുടെ കാര്യത്തിൽ 4ാം സ്ഥാനത്താണ്. 227.97 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ കരുളായി നെടുങ്കയത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ് അമരമ്പലം, വടക്കേക്കോട്ട എന്നിവ. ന്യൂ അമരമ്പലം വന്യജീവി സങ്കേതം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വംശനാശ ഭീഷണിയുള്ള വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഇത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കേരളത്തിൽ കാണുന്ന നിത്യഹരിത വനങ്ങൾ, അർദ്ധ നിത്യഹരിത വനങ്ങൾ, ഇലപൊഴിയും വനങ്ങൾ, ആർദ്രവനം, പുൽമേടുകൾ, ചോലവനങ്ങൾ, മലമുകളിലെ മിതശീതോഷ്ണ വനം, ഈറ്റാമുളങ്കാടുകൾ എന്നിവ ഒന്നിച്ചു കാണുന്ന ഏക വന്യജീവി സങ്കേതമാണിത്. പിന്നെ മനുഷ്യസ്പർശമേൽക്കാത്ത പ്രദേശങ്ങൾ കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രത്യേകതയാണ്. വംശനാശം നേരിടുന്ന വരയാട്, അപൂർവമായ പന്നിമൂക്കൻ തവളയും കരിമ്പുഴയിലുണ്ട്. ഏഷ്യയിലെ തന്നെ അവശേഷിക്കുന്ന ഗുഹാവാസികളും അതിപുരാതന ഗോത്രവർഗ്ഗക്കാരുമായ ചോലനായക്കരുടെ വാസസ്ഥലമാണ് ഇവിടം. അത് നിലനിർത്തിക്കൊണ്ടാണ് വന്യജീവി സങ്കേതം നിർമ്മിച്ചിരിക്കുന്നത്. അതിർത്തി പങ്കിടുന്ന ദേശീയോദ്യാനങ്ങൾ തെക്ക് സൈലന്റ് വാലിയും വടക്ക് തമിഴ്നാട്ടിലെ മുക്കുറുത്തി നാഷണൽ പാർക്കുമാണ്.
അടുത്തത് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. കുറിഞ്ഞിമല ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി. ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിലവിൽ വന്ന വർഷം 2006. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. കേരളത്തിൽ കാണപ്പെടുന്ന കുറിഞ്ഞി ഇനങ്ങളുടെ എണ്ണം 18 എണ്ണമാണ്. എല്ലാ വർഷവും പൂക്കുന്ന ഒരു കുറിഞ്ഞി ഇനമാണ് കരിങ്കുറിഞ്ഞി. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന കുറിഞ്ഞിയാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. അപ്പോൾ ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം. നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇടുക്കിയിലെ 2006 കുറിഞ്ഞിമല സംരക്ഷണ കേന്ദ്രം നിലവിൽ വന്നത്. പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പുഷ്പമാണ് നീലക്കുറിഞ്ഞി. കേരളത്തിൽ 18 ഇനം കുറിഞ്ഞികൾ കാണപ്പെടുന്നുണ്ട്. അതിൽ എല്ലാ വർഷവും പൂക്കുന്നതാണ് കരിങ്കുറിഞ്ഞി. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതാണ് നീലക്കുറിഞ്ഞി. നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. നീലക്കുറിഞ്ഞി പൂക്കുന്നതിന്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിന്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. മറ്റ് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച്, പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇനി മറ്റ് വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ച് നോക്കാം. റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. മലബാറിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കക്കയം. കക്കയം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. ഇതിന്റെ ആസ്ഥാനം കോഴിക്കോടാണ്. 2010 മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അപ്പോൾ റീഡ് തവളകൾ കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കക്കയം. മലബാറിന്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന പ്രദേശമാണ് ഇത്. കക്കയം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് മലബാർ വന്യജീവി സങ്കേതം. കോഴിക്കോടാണ് ഇതിന്റെ ആസ്ഥാനം. 2010 മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. പിന്നെ തൃശ്ശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1958. ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ഇത്. ഏറ്റവും പഴക്കമുള്ള വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ് 1958 നിലവിൽ വന്ന പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. അടുത്തത് അപ്പോൾ തൃശ്ശൂർ, തലപ്പള്ളി താലൂക്കുകളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം. ഇത് നിലവിൽ വന്നത് 1958. ഏറ്റവും പഴക്കമുള്ള രണ്ടാമത്തെ വന്യജീവി സങ്കേതമാണ്. അടുത്തത് ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലെ മുകുന്ദപുരം താലൂക്കിലാണ്. ഇത് 1984 നിലവിൽ വന്നത്. കുറുമാലി പുഴ ഒഴുകുന്നത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെയാണ്. അപ്പോൾ ചിമ്മിനി വന്യജീവി സങ്കേതം തൃശ്ശൂരിലെ മുകുന്ദപുരം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 ഇത് നിലവിൽ വന്നത്. കുറുമാലിപ്പുഴ ഒഴുകുന്നത് ചിമ്മിനി വന്യജീവി സങ്കേതത്തിലൂടെയാണ്. അടുത്തത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇതിന്റെ ആസ്ഥാനം പൈനാവാണ്. 1976 ഇത് നിലവിൽ വന്നത്. കുറുമാലിപ്പുഴയിലൂടെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ, ഉടുമ്പൻചോല താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇടുക്കി വന്യജീവി സങ്കേതം. ഇതിന്റെ ആസ്ഥാനം പൈനാവാണ്. നിലവിൽ വന്ന വർഷം 1976. ഇനി കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂരാണ്. തിരുവനന്തപുരത്തെ കോട്ടൂരാണ് കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടൂരാണ്. കോടനാട് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കോന്നി ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് ഗവി മ്യൂസിയം. ഇത് കോന്നിയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ഗവി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാല. ഐതിഹ്യമാല എന്ന പുസ്തകത്തിൽ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളുടെ എണ്ണം 4 ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് കേരളത്തിലുള്ളത്. വയനാട്, നിലമ്പൂർ, ആനമുടി, പെരിയാർ. ആനമുടി ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇടുക്കി ജില്ലയിലാണ്. നിലമ്പൂർ ആന സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്. വയനാട് പിന്നെ പേര് കേട്ടാൽ തന്നെ അറിയാം, വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ, ചിന്നക്കനാൽ, മൂന്നാറിലെ ചിന്നക്കനാലിലെ ആനയിറങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ, തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരാണ്. കേരളത്തിലെ അന്തർദേശീയ നിലവാരമുള്ള ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടൂരാണ്.
കോടനാട് ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളമാണ്. കോന്നി ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നില്ല പത്തനംതിട്ട. ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലുള്ള ഗവി മ്യൂസിയം. കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് ഐതിഹ്യമാല. കേരളത്തിലെ ആന സംരക്ഷണ കേന്ദ്രങ്ങളാണ് ആനമുടി, പെരിയാർ, നിലമ്പൂർ, വയനാട് എന്നിവ. കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ആനയിറങ്ങൽ, ചിന്നക്കനാൽ, മൂന്നാറിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ PDF നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. ഓക്കെ, താങ്ക്